വരയ്ക്കാൻ അത്ര കഴിവൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ വയ്ക്കാം. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. നമ്മൾ ഈ ചാപ്റ്റർ ഒരു 3 പാർട്ട് വീഡിയോ ആയിട്ടായിരിക്കും പഠിക്കുക. ഈ 3 പാർട്ട് നിങ്ങൾ ഫുൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ കഴിയും. ആദ്യം നമുക്ക് എന്താണൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നറിയണം. അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആളെ കൺസിഡർ ചെയ്യാം, ഒരു മനുഷ്യനെ വരയ്ക്കാം. നിങ്ങളൊരു മനുഷ്യനായിട്ട് വിചാരിക്കുക. എനിക്ക് വരയ്ക്കാൻ അത്ര കഴിവൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ വയ്ക്കാം. ഇപ്പോൾ ഈ ഒരു മനുഷ്യനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ ഹൈറ്റ് നമുക്ക് പറയാൻ പറ്റും. ഒരു 100 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുക. 100 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വെയ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു 50 കിലോഗ്രാം എന്ന് പറയാം, അല്ലേ? അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ചിരിച്ചിരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ സന്തോഷം എത്രയാണെന്ന് നമുക്ക് അളക്കാൻ പറ്റുമോ? ഇല്ല. പുള്ളിക്കാരൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അളക്കാൻ പറ്റുമോ? അതൊന്നുമില്ല. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ്. അതായത് ക്വാണ്ടിറ്റീസ് 2 തരത്തിലുണ്ട്: മെഷറബിൾ ക്വാണ്ടിറ്റീസ്, നോൺ മെഷറബിൾ ക്വാണ്ടിറ്റീസ്. മെഷറബിൾ ക്വാണ്ടിറ്റീസിൽ ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വരിക. ഇത് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിളാണ് ലെങ്ത്ത്, മാസ്, ടൈം, എക്സെട്ര. അതായത് ലെങ്ത്ത്, ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്തു, അതൊരു ലെങ്ത്താണ്. ഇദ്ദേഹത്തിൻ്റെ വെയ്റ്റ് നമ്മൾ മെഷർ ചെയ്തു, മാസ്. പിന്നെ ഇപ്പം എത്ര സമയം കൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്തത്, അല്ലെങ്കിൽ എത്ര സമയം ഇദ്ദേഹം നടക്കുന്നു, അതെല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് സമയത്തിൻ്റെ ബേസിലാണ്. അപ്പം അത് ടൈം. അതുപോലെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇദ്ദേഹത്തിന് ഒരാളുടെ സന്തോഷം, ഒരാളുടെ സങ്കടം, ഒരാളുടെ ഇമോഷൻ, അതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അതൊക്കെയാണ് നോൺ മെഷറബിൾ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഒന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ യാതൊരു ക്വാണ്ടിറ്റീസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരാളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹൈറ്റ് എത്രയുണ്ടോ അദ്ദേഹത്തിൻ്റെ ഹൈറ്റാണ്. അല്ലാതെ അത് വേറെ ഒരു ഫാക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ഇൻസ്പെക്ഷനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് മനസ്സിലാവും. വേറെ ക്വാണ്ടിറ്റീസിനോട് ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ എക്സാമ്പിളാണ് ലെങ്ത്ത്, മാസ്, ടൈം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് നമുക്ക് അത് മെഷർ ചെയ്യാൻ പറ്റും. ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ പറ്റുന്നത് വേറെ ക്വാണ്ടിറ്റീസിൻ്റെ അളവ് വെച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു സ്പീഡ് അറിയണം, ഒരു സാധനത്തിൻ്റെ സ്പീഡ് അറിയണം. അതിന് നമ്മൾ എന്താ എടുക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലേ? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലെങ്ത്താണ്. ടൈം തന്നെ. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെയും ടൈമിനെയും അറിഞ്ഞാൽ ഈ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൽ നിന്നും ടൈമിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ഏരിയ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ തന്നിട്ട് നിങ്ങളോട് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ ലെങ്ത്ത് ഇൻറ്റു ലെങ്ത്ത് കാണും, അല്ലേ? അതായത് ലെങ്ത്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏരിയ ഇരിക്കുക. ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ഏരിയ കൂടും, ലെങ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കുറയും. അതായത് ലെങ്ത്തിനോട് ഡിപ്പെൻഡൻ്റ് ആണ് ഏരിയ. അപ്പം അതേപോലെ ഡിപ്പെൻഡൻസ് ഒന്നും തന്നെ, വേറെ ക്വാണ്ടിറ്റീസിനോട് ഡിപ്പെൻഡൻസ് ഒന്നും തന്നെ ഇല്ലാത്തതിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. ഇനി നമുക്ക് എന്താണ് ഒരു മെഷർമെൻ്റ് എന്ന് നോക്കാം. മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ സ്കെച്ച് പേനയുടെ ലെങ്ത്ത് പറയണമെങ്കിൽ അവനെ ഒരു സ്കെയിൽ വെച്ച് ഞാൻ അളക്കണം. ഈ സ്കെയിൽ വെച്ച് ഞാൻ അളക്കുമ്പോഴത്തേക്കും 15 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ 1 സെൻറ്റിമീറ്ററിൻ്റെ 15 ഇരട്ടി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ ലെങ്ത്ത് മെഷർ ചെയ്യാൻ ഈ സ്കെയിലിൽ എൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ഉണ്ടെന്ന് അത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതിൻ്റെ എത്ര ഇരട്ടിയാണോ നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി അതാണ് അതിൻ്റെ ലെങ്ത്. അതാണ് കമ്പാരിസൺ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് ഇറ്റ്സ് സ്റ്റാൻഡേർഡ്. ഇൻ ദിസ് കേസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിമീറ്ററുമാണ്. അല്ലെങ്കിൽ മെഷർമെൻറ്റ് പറയുമ്പോഴത്തേക്കും ആ 1 സെൻറ്റിമീറ്ററിൻ്റെ എത്ര ഇരട്ടിയാണ് ഇതെന്ന് നോക്കും. 15 ഇരട്ടിയാണ്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ എന്നാണ് ആ സ്കെച്ചിൻ്റെ ലെങ്ത് നമ്മൾ പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി. ആ ഒരു ക്വാണ്ടിറ്റി എന്തോരം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരു മനുഷ്യൻ്റെ വെയിറ്റ് 50 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാമാണ് അവിടെ സ്റ്റാൻഡേർഡ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരമുണ്ട് എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിയുടെ എത്ര ഇരട്ടിയുണ്ടോ ഈ നമ്മൾ മെഷർ ചെയ്യുന്നത് അത്രയുമായിരിക്കും ആ സാധനത്തിൻ്റെ വെയിറ്റ്. ഒരു മെഷർമെൻറ്റിന് 2 പാർട്ടാണുള്ളത്. ഒന്ന് ന്യൂമറിക്കൽ പാർട്ടും യൂണിറ്റ് പാർട്ടും. മെഷർമെൻറ്റ് പല യൂണിറ്റ്സിൽ പറയും. ഇപ്പം നമ്മൾ വെയ്റ്റിന് കിലോഗ്രാം പറയും, ഗ്രാം പറയും. അതേപോലെ തന്നെ ലെങ്ത്തിന് സെൻറ്റിമീറ്റർ പറയും, മീറ്റേഴ്സ് പറയും. അപ്പോൾ നമുക്ക് ഒരു 10 മീറ്റർ എന്നായിരിക്കും നമ്മളൊരു എണ്ണത്തിൻ്റെ ലെങ്ത്ത് പറയുന്നത്. നമ്മൾ നേരത്തെ ഈ സ്കെയിലിൻ്റെ ലെങ്ത്ത് 15 സെൻറ്റിമീറ്റർ എന്നും പറഞ്ഞു. ഒരു മെഷർമെൻറ്റ് എഴുതുമ്പോൾ എപ്പോഴും അതിനൊരു ന്യൂമറിക്കൽ പാർട്ടും കാണും, ഒരു ന്യൂമറിക്കൽ പാർട്ടും ഉണ്ടാവും, ഒരു യൂണിറ്റ് പാർട്ടും ഉണ്ടാവും. അത് യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ന്യൂമറിക്കൽ മാത്രം എഴുതിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ പറ്റിയിട്ടാണ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല യൂണിറ്റ്സ് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട്. അതായത് ലെങ്ത്തിന് സെൻറ്റിമീറ്റർ യൂസ് ചെയ്യാറുണ്ട്, മീറ്റർ യൂസ് ചെയ്യാറുണ്ട്, ഫുട്ട് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരേ കാര്യത്തിന് തന്നെ പല യൂണിറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ. അതേപോലെ തന്നെ പല കാര്യങ്ങൾക്ക് പല യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വെയ്റ്റിനെ സെൻറ്റിമീറ്റർ നമ്മൾ ഒരിക്കലും പറയില്ല, കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം എന്നൊക്കെ തന്നെ പറയുള്ളൂ. അപ്പോൾ അതിന് ഈ ലോകത്ത് നിലനിന്നിരുന്ന 3 പ്രധാന സിസ്റ്റംസിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CGS സിസ്റ്റം. CGS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം. ലെങ്ത്തിന് സെൻറ്റിമീറ്റർ എന്നും വെയ്റ്റിന് അല്ലെങ്കിൽ മാസിന് ഗ്രാം എന്നും ടൈമിന് സെക്കൻഡ് എന്നുമാണ് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബ്രിട്ടനിലൊക്കെ ഒരുപാട് പ്രചാരത്തിലുണ്ടായിരുന്ന വേറൊരു സിസ്റ്റമായിരുന്നു FPS സിസ്റ്റം. അത് ലെങ്ത്തിന് ഫുട്ടെന്നും മാസിന് പൗണ്ട് വെച്ച് മെഷർ ചെയ്യും. നമ്മൾ അതിപ്പം 1 കിലോഗ്രാം 2 കിലോഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ 1 പൗണ്ട് 2 പൗണ്ട് എന്നൊക്കെ പറയും. പിന്നെ ടൈമിന് സെക്കൻഡ് തന്നെ. പിന്നെ വളരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന വേറൊരു യൂണിറ്റ് സിസ്റ്റമാണ് MKS സിസ്റ്റം. അത് നമ്മൾ ലെങ്ത്തിനെ മീറ്റർ എന്നും മാസിനെ കിലോഗ്രാം എന്നും ടൈമിനെ സെക്കൻഡ് എന്നും. ഇങ്ങനെ 3 സിസ്റ്റംസ് നിലനിന്നിരുന്നപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ തുടങ്ങി. ഇപ്പം ബ്രിട്ടനിൽ നമ്മൾ മെഷർ ചെയ്തൊരു സാധനം 10 ഫുട്ടെന്ന് മെഷർ ചെയ്തൊരു സാധനം സെൻറ്റിമീറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും അതല്ല. നമ്മൾ വേറൊരു സ്ഥലത്ത് ഈ 10 ഫുട്ടെന്ന് എഴുതി വയ്ക്കുമ്പോഴത്തേക്കും അത് സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ കഷ്ടപ്പെടേണ്ടി വരും. കാരണം ഇതിന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. അതാണ് SI. സിസ്റ്റമേ ഇൻ്റർനാഷണലേ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ SI യൂണിറ്റ് എന്ന് പറയും. SI സിസ്റ്റത്തിൽ ബേസിക്കലി 7 ബേസ് ക്വാണ്ടിറ്റീസാണ് ഉള്ളത്. അതിൻ്റെ ക്വാണ്ടിറ്റീസ് ഇപ്പം ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാം. ലെങ്ത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന മീറ്ററാണ്, മാസിന് നമ്മൾ കിലോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്, ടൈമിന് സെക്കൻഡാണ്, ഇലക്ട്രിക് കറണ്ടിന് ആംപിയർ, തെർമോഡൈനാമിക് ടെമ്പറേച്ചറിന് കെൽവിൻ. നമ്മൾ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും ഒക്കെ യൂസ് ചെയ്യും, പക്ഷേ കെൽവിനാണ് അതിൻ്റെ SI യൂണിറ്റ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോളെന്നും ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റേഡിയേഷൻ സോഴ്സ്, ഇപ്പോൾ സണ്ണിൻ്റെ ആണെങ്കിലും ആ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റാണ് ക്യാൻഡല. ഇപ്പോൾ നമുക്ക് ഈ സിമ്പിൾസ് നോക്കിയാൽ കാണാം, നിങ്ങൾ Aയും Kയും മാത്രം ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മോളും. ഇപ്പോൾ ആംപിയർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്, കെൽവിൻ എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അപ്പോൾ പേരുകൾ യൂണിറ്റ് ആകുമ്പോൾ അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് ഡയമെൻഷണൽ അനാലിസിസും പിന്നെ എറേഴ്സുമാണ്. അപ്പം പുറകെ വരുന്ന വീഡിയോസിൽ അത് രണ്ടും ഉണ്ടാവും. വീഡിയോസും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.